നിങ്ങളൊരു സിനിമാ പ്രേമിയാണോ? സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള മേഖല ഏതാ? കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചോദിക്കാം. ഒരു സിനിമ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യ ഘടകം എന്താ? ഒരു പക്ഷേ എല്ലാവരുടെ ആൻസർ സെയിം ആയിരിക്കും അല്ലേ? തിരക്കഥ, സ്ക്രിപ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഒരു സിനിമ അതിൻ്റെ ബേസ് സ്റ്റോറീനെ തിരക്കഥയാക്കി മാറ്റുക, അത് എക്സിക്യൂട്ട് ചെയ്ത് സിനിമയാക്കുക, അത് എത്രയോ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയായിരിക്കും. സിനിമ കാണുന്ന ഒരാളെ സംബന്ധിച്ച് സിനിമയെ പറ്റിയുള്ള അഭിപ്രായം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരാൾക്ക് പ്രകടിപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ടല്ലേ? പലപ്പോഴായും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് സിനിമ മോശമാകുമ്പോൾ അതിന്റെ തിരക്കഥയെ വിമർശിക്കുന്നത്. തിരക്കഥ മോശമായിട്ടുള്ള സിനിമ അത് എത്ര മേക്കിംഗ് കൊണ്ടുവന്നാൽ പോലും ആ ഒരു ലെവലിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? ഇതുകൊണ്ട് തന്നെ എൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തിരക്കഥയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഇന്ന് സിനിമേനെ അതിൻ്റെ തിരക്കഥയുടെ ഭാഗത്തുനിന്ന് നോക്കാം. തിരക്കഥ മോഷ്ടിച്ചതിനെ പറ്റിയും തിരക്കഥ ചോർന്നതിനെ പറ്റിയും കുറച്ച് സംസാരം റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരാൾ എത്രയോ നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഒരു കഥ അത് തിരക്കഥയാക്കി നമ്മളിലേക്ക് ഡെലിവറി ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഐഡിയനെ ഡെവലപ്പ് ചെയ്ത് അതിൽ ഡയലോഗ് കൊണ്ടുവന്ന് സിറ്റുവേഷനൊക്കെ എഴുതി അത് ചാർട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഒരു തിരക്കഥയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് അത് മാസങ്ങളോ വർഷങ്ങളോ ചിലപ്പോൾ ആകും. അത്തരത്തിൽ മാസങ്ങളും വർഷങ്ങളും എടുത്ത് ക്രിയേറ്റ് ചെയ്ത ഒത്തിരി സിനിമകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തിരക്കഥ എഴുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മുൻകരുതി കാണേണ്ട കുറച്ച് കാര്യങ്ങളും അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഒരു സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു തിരക്കഥ ചോർന്നു പോകാതെ സംരക്ഷിക്കുന്നത്. അത്തരത്തിൽ ചോർന്നു പോകാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾ മോഷ്ടിച്ചാൽ നിയമപരമായി നമുക്ക് നേരിടാനും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്തരം കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മളിനി പറയാൻ പോകുന്നത്. അതിൽ സാധാരണയായി കണ്ടുവരുന്നത് നമ്മുടെ കഥ, നമ്മുടെ കണ്ടന്റ് അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതിനാദ്യം ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള കോപ്പിറൈറ്റ് വെബ്സൈറ്റിൽ കയറി ഫീസ് അടച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ഫോം കിട്ടും. ആ ഫോം ഫിൽ ചെയ്തിട്ട് നമ്മുടെ കഥ അല്ലെങ്കിൽ കണ്ടന്റിൻ്റെ ഒരു കോപ്പി എടുത്ത് അതും ഈ ഒരു ഫോമും ഫില്ല് ചെയ്ത് നമ്മൾ ഡൽഹിയിലുള്ള അവരുടെ ഓഫീസിലേക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കണം. ശേഷം അധികാരികൾ ഇത് പരിശോധിച്ചിട്ട് നമ്മുടെ കണ്ടന്റിന് ഒരു രജിസ്റ്റർ നമ്പർ തരും. അങ്ങനെ രജിസ്റ്റർ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് ഓർ കഥ സേഫ് ആണെന്ന് അർത്ഥം. ഇനി ഇതിനൊക്കെ ശേഷം നമ്മുടെ കഥ ഓർ കണ്ടന്റ് മറ്റൊരാൾ എടുക്കുകയാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സിനിമയുടെയോ അല്ലെങ്കിൽ കണ്ടന്റിന്റെയോ ചിത്രീകരണം നിർത്തിവെക്കാനും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നിയമപരിരക്ഷ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് സാധാരണയായി എല്ലാവരും ചെയ്തു വരുന്ന ഒരു പ്രോസസ്സ്. ഇതുകൂടാതെ വേറെ കുറച്ച് മാർഗങ്ങളിലൂടെ നമ്മുടെ കണ്ടന്റ് നമുക്ക് സേഫ് ആയിട്ട് വെക്കാം. അതിലടുത്തതാണ് ഫിലിം ചേംബറിൽ ഒരു ഫീസ് അടച്ചുകൊണ്ട് നമ്മുടെ കഥ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. മുമ്പ് പറഞ്ഞതുപോലെ കോപ്പിറൈറ്റ് വെബ്സൈറ്റിലാണെങ്കിൽ ഏകദേശം 500 5,000 ഇടയിൽ വരുന്നൊരു ഫീസ് ആണെങ്കിൽ ഇത് അതിൽ കൂടുതലാവാനാണ് സാധ്യത. ഇനി മറ്റൊരു രീതിയിലും നമ്മുടെ കഥ നമുക്ക് പ്രിസർവ് ചെയ്യാം. നമ്മുടെ സ്വന്തം സ്ക്രിപ്റ്റ് അത് കോപ്പി എടുത്തിട്ട് സീൽ ചെയ്ത് നമ്മുടെ തന്നെ സ്വന്തം അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു പോസ്റ്റലിൽ ബന്ധപ്പെട്ട ദിവസത്തെ ഡേറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. മാത്രമല്ല ആ ഒരു പോസ്റ്റിന്റെ സീൽ പൊട്ടിക്കുകയും ചെയ്യരുത്. ഇൻ കേസ് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ സീൽഡ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിയമപരിരക്ഷ ലഭിക്കും. ഇനി സാധാരണയായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്തു വരുന്ന രീതിയുണ്ട്. അത് നമ്മുടെ സ്ക്രിപ്റ്റ് PDF ആക്കി നമ്മുടെ സ്വന്തം മെയിലിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു വരികയാണെങ്കിലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ മറ്റൊരാൾക്കും ആ ഒരു മെയിലോട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ബന്ധപ്പെട്ട ഡേറ്റ് സമയം അനുസരിച്ചുള്ള ഒരു പ്രൂഫ് ആയിട്ട് ഇത് കിടക്കുകയും ചെയ്യും. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം. മറ്റൊരാൾ ഇത് കാണുമെന്നുള്ളൊരു ഭയവും വേണ്ട. എന്നാൽ നമ്മുടെ തന്നെ ഒരു കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ഇടയ്ക്കെടുത്ത് നോക്കുവാനും സാധിക്കും. ഇനിയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ദൃശ്യം 2 സിനിമയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് അത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത് ഇറക്കുക എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിൽ ഇറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മാക്സിമം 1 അല്ലെങ്കിൽ 2 കോപ്പികൾ മാത്രമേ പബ്ലിഷ് ചെയ്യാവൂ. അല്ലെങ്കിൽ അതിലെ കണ്ടന്റ് പുറത്തു പോകാനും പിന്നീട് അത് സിനിമയാക്കുമ്പോൾ ഒരു ആസ്വാദനത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ. ഇനി സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഒരു സ്ക്രിപ്റ്റ് മറ്റൊരാളോട് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കഥ അത് നേരിട്ട് പറയാൻ ശ്രമിക്കുക. ബാക്കിയുള്ളവർക്ക് PDF ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റൽ വഴിയോ അയച്ചു കൊടുക്കുന്ന ആ ഒരു പരിപാടി നിർത്തുക. മാക്സിമം നമ്മൾ എഴുതിയ കണ്ടന്റ് അത് 1 ലൈൻ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും മറ്റൊരാളോട് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നല്ല ഒത്തിരി ആർട്ടിസ്റ്റുകളും സിനിമയെ അതേപോലെ ബഹുമാനിക്കുന്ന ഒത്തിരി ആൾക്കാരുമുണ്ട്. എന്നാലും നല്ലൊരു സ്ക്രിപ്റ്റ് അവിടെ മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നിയമപരിരക്ഷ ലഭിക്കണമെങ്കിൽ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ നമ്മൾ കോപ്പിയാണെന്ന് പറയുന്ന സ്ക്രിപ്റ്റും തമ്മിൽ ഏകദേശം 50% അല്ലെങ്കിൽ അതിലധികമോ സാമ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കഥയിലെ 15 അതിലധികമോ സീനുകൾ സെയിം ആയിരിക്കണം. ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ നിയമപരിരക്ഷ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് സിനിമയുടെ പ്രവർത്തനം നിർത്തിവെക്കാനോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള സാധ്യത അവിടെ ഈ ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ടായിരിക്കും.
സിനിമയിൽ കണ്ടുവരുന്ന ഒരു മെയിൻ കാര്യമാണ് ഒരു ബേസ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ആർക്കാണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതാം. അതിലൊത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ വൺ ലൈനായിട്ട് പോലും മറ്റൊരാളോട് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത്രയും വിശ്വാസമുള്ള അത്രയും ബന്ധമുള്ള ഒരാളുടെ അടുത്ത് മാത്രമേ ഇത്തരത്തിൽ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടന്റ് നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. എല്ലാത്തിനും അവസാനം ഇത് സിനിമയാണ്. ഇവിടെ ഒട്ടനവധി കണ്ടന്റുകളും കഥകളും ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരു സിനിമയുടെ ഒരു ബേസ് ത്രെഡ് ഡെവലപ്പ് ചെയ്ത് ഒരു സിനിമ ആക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു തിരക്കഥ ആക്കാനായിട്ട് എത്രത്തോളം കഷ്ടപ്പാടാണെന്ന് നമുക്കറിയാം. അത് കേവലം 1-2 ദിവസത്തിന്റെ അല്ലെങ്കിൽ 2-3 ആഴ്ചയുടെ പ്രവർത്തന ഫലമൊന്നുമല്ല, മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്തുന്നിരിക്കും. ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾറെഡി ഉദയനാണ് താരം പോലെയുള്ള നല്ല നല്ല ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. സിനിമയിലെ കണ്ടന്റ് മോഷ്ടിക്കപ്പെടുകയും പിന്നീട് ആ ഒരാൾക്കുണ്ടാവുന്ന കുറെ കാര്യങ്ങളും ആ സിനിമയിൽ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നെ പോലെയുള്ള ഒത്തിരി ആൾക്കാരുടെ കൺസേൺ ആയിരിക്കും എങ്ങനെ സ്ക്രിപ്റ്റ് നമുക്ക് സേഫ് ആയിട്ട് വെക്കാം എന്നുള്ളത്. അത്തരത്തിൽ സിനിമയിലൂടെ ആരും ചതിക്കപ്പെടരുത്, അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സിനിമ ഒരു താങ്ങാവണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റീസെന്റ് ആയിട്ട് നടന്നു വരുന്ന കോൺട്രവേഴ്സി, അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. അതുപോലെ തന്നെ സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ഒന്ന് വരിക. ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ താഴെ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരും വിഷമത്തോടു കൂടെ പോകരുത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു കണ്ടന്റ് ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.